നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്, അല്ലേ? അത് ബി പി വളരെയധികം കൂടുതലുണ്ടെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പ്. അല്ലെങ്കിൽ കിഡ്നിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാവരും എന്നും ചെറിയൊരു അളവിലാണെങ്കിലും കഴിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തുമാത്രം ഉപ്പ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും അളവുണ്ടോ, അതോ ടേസ്റ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാറുള്ളോ, കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഉപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഉപ്പ് പല തരത്തിലുണ്ട് എന്ന് നമ്മൾ പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല. അപ്പം ഈ ഉപ്പെന്ന് പറയുന്നത് ഒരു വൈറ്റ് പോയിസൺ എന്ന ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. ഓക്കെ, അധികമായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിഷകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ട് ഏറ്റവും കാരണമാകുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിനകത്തെ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഘടകമാണ് ഈ സോഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉപ്പെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡാണ്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് തീർച്ചയായിട്ടും വളരെയധികം ഹാംഫുള്ളാണ്. നമ്മുടെ കിഡ്നിയെയും ബ്രെയിനെയും അതുപോലെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റിയെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സാധനമാണ് ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ്. പ്രത്യേകിച്ച് അതിനകത്തെ സോഡിയം. ഓക്കെ, കാരണം അത് കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. കിഡ്നി മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിങ് സിസ്റ്റം, നെർവ്, ന്യൂറോണിൻ്റെ, മസിലിൻ്റെ ഒക്കെ ഫംഗ്ഷനായിട്ട് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞു വന്നത് ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സാധനം എന്താ? പൊടിയുപ്പാണ്, അല്ലേ? പക്ഷേ ഈ പൊടിയുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മായം കലർന്ന ഒരു സാധനമാണ്. നമ്മുടെ ഈ യൂഷ്വലി കാണുന്ന ടേബിൾ സോൾട്ട്, ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കടലിൽ കൂടെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ റിഫൈൻമെൻറ്റ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ പൊടിയുപ്പ് അല്ലെങ്കിൽ ടേബിൾ സോൾട്ട്. അപ്പോൾ അതിന് ഒരു എന്താ പറയണ്ട, ഒരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റോക്ക് സോൾട്ട്. ഓക്കെ, ഏകദേശം രണ്ടും ഒരേ വിലയാണ്. പക്ഷേ ഇതിനകത്തെ റിഫൈൻമെൻറ്റ് പ്രോസസ്സ് കുറവാണ്. ഏതാ? റോക്ക് സോൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് എന്ന് പറയുന്നതിൽ റിഫൈൻമെൻറ്റ് പ്രോസസ്സുകൾ, കെമിക്കൽസ് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പ്യുവറാണ്, ശരീരത്തിന് കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാറ്റഗറിയാണ് പിങ്ക് സോൾട്ട്. ഓക്കെ, ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്നൊക്കെ പറയുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ നിന്നൊക്കെ അണ്ടർഗ്രൗണ്ട് ചെയ്ത് മൈൻ ചെയ്തൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, ലൈം സ്റ്റോൺ അതുപോലത്തെ പല വലിയ സ്റ്റോൺ നിന്നൊക്കെ റിഫൈൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ കടൽ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന ഉപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പിൻ്റെ അത്രയും ദോഷമല്ലെങ്കിലും ചെറിയ റിഫൈൻമെൻറ്റ് പ്രോസസ്സൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ കളർ വെച്ചിട്ടാണ് പറയുന്നത്. ആ കളർ വരാൻ കാര്യം അതിനകത്ത് ഇഷ്ടം പോലെ അയൺ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ ഈ മണ്ണിനടിയിലുള്ളതായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കാൽഷ്യം, മഗ്നീഷ്യവും, പേര് അറിയാത്തതുമായിട്ടുള്ള പല ന്യൂട്രിയൻസും കാര്യങ്ങളും, ചെറിയ മൈക്രോ ന്യൂട്രിയൻസ്, മിനറൽസ് കാര്യങ്ങൾ അതിന് അകത്ത് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലി എപ്പോഴും പിങ്ക് സോൾട്ട് ചിലപ്പം വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതിനകത്ത് ടേസ്റ്റിനൊക്കെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ നോർമൽ ഉപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആവും, അല്ലേ? നമുക്ക് അളവ് കുറച്ചുകൂടെ പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അത് നമ്മുടെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിരിക്കും, നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ റോക്ക് സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് എന്ന് പറയുന്ന ടേസ്റ്റിന് ചെറിയതായിട്ടുള്ള ഒരു വ്യത്യാസം കാണും. റോക്ക് സോൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പിന് മറ്റേ ഉപ്പിനെ അപേക്ഷിച്ച് ഒരു ഉപ്പെന്ന് പറയുന്ന നേച്ചർ അല്പം കുറവായിരിക്കും. അതുപോലെ ഡിസോൾവ് ചെയ്ത് വരാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ടൈം. പിങ്ക് സോൾട്ട് ആണെങ്കിൽ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആണ്, കംപ്ലീറ്റ്ലി പൗഡർ ഫോം അല്ല. അതിനകത്ത് ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം കാണും. അപ്പം അതൊക്കെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അത് ആലോചിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ സലാഡിനൊക്കെ ഡ്രസ്സിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്, അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. നല്ല മിനറൽസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പിക്കിൾസ് ഒക്കെ വെക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിങ്ക് സോൾട്ട് ഉപയോഗിക്കാം. എസ്പെഷ്യലി റോക്ക് സോൾട്ടൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു ഉപയോഗം കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ ടേബിൾ സോൾട്ടിൻ്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് പലപ്പോഴും അയഡൈസ്ഡ് ആണ്. അയഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം, ഗോയിറ്റർ വരാനുള്ള ചാൻസ് കുറച്ചുകൂടെ കുറവാണ്. എസ്പെഷ്യലി നമ്മൾ സീ ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സീ ഫുഡിൽ അയഡിൻ ഉണ്ട്, അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം, എസ്പെഷ്യലി ഗോയിറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുകൊണ്ടിരുന്നത് നേരത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഇപ്പം അയഡൈസ്ഡ് ആക്കുന്നത്. അത് മറ്റു ഉപ്പുകളിൽ കാണാനുള്ള സാധ്യത കുറവാണ്, കാരണം അത് അയഡൈസ്ഡ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. പ്രാക്ടിക്കലായിട്ട്
നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പം അതിൻ്റെ അളവ് തീർച്ചയായിട്ടും നോക്കിയിട്ട് ഉപയോഗിക്കുക. ടേസ്റ്റിന് വേണ്ടി വാരി വലിച്ചെപ്പോഴും കഴിക്കാതിരിക്കുക. നമ്മുടെ ഹെൽത്തിനെയും കൂടെ പ്രയോറിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ് ടു വാല്യൂ കമ്പാരിസൺ നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം പൊടിയുപ്പാണെങ്കിൽ, അതായത് ടേബിൾ സോൾട്ട് ആണെങ്കിലും റോക്ക് സോൾട്ട് ആണെങ്കിലും പിങ്ക് സോൾട്ട് ആണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മനസ്സിൽ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഈ പൊടിയുപ്പ് തീരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റണമെന്നില്ല. ഈ കല്ലുപ്പും പിങ്ക് സോൾട്ടും കൂടെ നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇടണം. നമ്മൾ മടിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള യൂസേജിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഇൻഫോംഡ്. താങ്ക് യു.